ഹലോ, സ്തോത്രം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമായതുകൊണ്ട് വചനം പറയുന്നു, എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തന് വിട്ടുകൊടുക്കത്തില്ല, എൻ്റെ മഹത്വം മറ്റൊരുത്തന് എടുക്കത്തില്ല. ബാക്കി എല്ലാം എടുത്താലും എൻ്റെ മഹത്വം എടുക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ദൈവമൊക്കെ ദൈവസ്ഥൻ ഇരിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം കുറയ്ക്കരുത്. മനസ്സിലായ വർത്താനെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുക്കൽ കുണ്ടറയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരു വാത്സല്യ കുടുംബം, 9 വയസ്സ് പ്രായമുള്ള മകൻ, സ്തോത്രം, ആ മകനും ഒരു അമ്മയും താമസിക്കുന്ന വീട്. അവിടെ ഒരു 11 മണി സമയമായപ്പോൾ ഈ അമ്മയ്ക്ക് തോന്നി അല്പസമയം കയറിയെന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ മുറി കയറി. 9 വയസ്സുള്ള മകൻ മുറ്റത്ത് കളിച്ചോണ്ട് നിൽക്കുമ്പോൾ ഈ അമ്മ പ്രാർത്ഥിച്ചിരിക്കും. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. എന്തുവാ ശബ്ദം എന്നറിയാൻ വെളിയിലിറങ്ങി നോക്കി. മോനെ കാണുന്നില്ല, വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. കിണറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ 9 വയസ്സുള്ള മകൻ കിണറ്റിപ്പോയി. എങ്ങനോ എത്തി നോക്കിയോ വഴുതിയോ ഈ മകൻ കിണറ്റിപ്പോയി. 23 തൊടിയുള്ള കിണർ, 13 തൊടി വെള്ളം നിറഞ്ഞു കിടക്കുക. സ്വത്രം. ഈ 13 തൊടി വെള്ളത്തിലേക്ക് ഈ മകൻ മുങ്ങിപ്പോയി. ഈ അമ്മ അവിടെ നിന്നുകൊണ്ട് വലിയ വായിലെ നിലവിളിച്ചു, മാറത്തടിച്ച് കരഞ്ഞു, രക്ഷിക്കണേ, എൻ്റെ മോൻ കിണറ്റിപ്പോയി. അവിടെങ്ങും ആരും കേൾക്കാനില്ല. സംഭവിച്ചത് കേട്ടോ? സ്വത്രം. ഈ മോൻ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് അവൻ പൊങ്ങി വരുമ്പോൾ ഈ കിണറിൻ്റെ തൊടിയിൽ ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് അവിടെ നിന്നുകൊണ്ട് യേശുവേ സ്തോത്രം എന്ന് പറയും. യേശുവേ സ്തോത്രം. സ്തോത്രം. അമ്മ പറഞ്ഞു, മോനെ സ്തോത്രം പറ. അവിടെ കിടന്ന് ആ കുഞ്ഞ് സ്തോത്രം പറഞ്ഞു. പിന്നെയും അവൻ മുങ്ങിപ്പോകും. പിന്നെയും പൊങ്ങി വരുമ്പം തൊടിയെ പിടിച്ചു നിന്ന് അവൻ അവിടെ നിന്ന് സ്തോത്രം പറഞ്ഞു. ചുരുക്കി പറയട്ടെ, ഈ അമ്മ നിലവിളിച്ച് ആരും കേൾക്കുന്നില്ല. അങ്ങ് ദൂരത്തൊരു മനുഷ്യൻ ഓടി വന്ന് വിവരങ്ങൾ അറിഞ്ഞു. പെട്ടെന്ന് ഫോൺ എടുത്ത് ഫയർഫോഴ്സുകാരെ വിളിച്ചു. അവർ കുണ്ടറയിൽ നിന്ന് അവിടെ വരാൻ അരമണിക്കൂർ എടുത്ത് അവർ ഓടി വന്നപ്പോൾ ഈ മോനെ കിണറ്റി നിൽക്കുക. എങ്ങനെ സംഭവിച്ചെന്നറിയാമോ? 13 തൊടി വെള്ളം താഴോട്ട് വറ്റിപ്പോയി. എങ്ങനെ ഇത് വറ്റിപ്പോയെന്നറിയാമോ? നീ പറഞ്ഞ സ്തോത്രത്തിൻ്റെ ശക്തിയാ. ഇന്ന് പകൽ സ്തോത്രം പറയാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. പിതാക്കന്മാർ മാതാക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ നീ മുങ്ങിപ്പോകാം. ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. സ്തോത്രത്തിന് ശക്തിയുണ്ടോ? ഈ മോനോട് ചോദിച്ചു, ഫയർഫോഴ്സുകാർ ചോദിച്ചു, നീ വെള്ളം എങ്ങോട്ട് പോയി? ഞങ്ങളെ സ്തോത്രം പറയുന്ന അനുസരിച്ച് വെള്ളം താഴോട്ട് പോയി. സ്തോത്രം പറയുന്ന നിന്റെ തലമുറയെ പോലും ദൈവം സൂക്ഷിക്കുന്ന ദൈവമാണ് കേട്ടോ. ദൈവം നിന്നെ സൂക്ഷിക്കും. ഈ പ്രാർത്ഥനയുടെ 2ാം സെക്ഷനിൽ ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാന്നെങ്കിൽ നിന്റെ മേ പൊങ്ങി നിൽക്കുന്ന മരണപാശങ്ങൾ വറ്റിപ്പോകുന്ന കാഴ്ച. ഓ, പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥിക്കുന്ന വെറുതെ അല്ല, ആരാധിക്കുന്ന വെറുതെ അല്ല, സ്തോത്രം പറയുന്ന വെറുതെ അല്ല.